ഹലോ ഗൈസ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു സീസണിലെങ്കിലും ആ ഒരു കന്നി കിരീടം സ്വന്തമാക്കുമോ? കഴിഞ്ഞ 10 വർഷമായി ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാത്തിരിക്കുന്ന ആ ഒരു കന്നി ട്രോഫി എന്ന സ്വപ്നം സഫലമാക്കാൻ സ്വീഡിഷ് മുഖ്യ പരിശീലകൻ മൈക്കിൾ സ്റ്റാറയ്ക്ക് കീഴിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ചുണക്കുട്ടികൾക്ക് സാധിക്കുമോ? അതാണ് നമുക്കൊക്കെ അറിയേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 2 വർഷ കരാറിലെത്തിയിട്ടുള്ള മൈക്കിൾ സ്റ്റാറയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇറങ്ങിയ ആദ്യ പോരാട്ട വേദിയാണ് ഡ്യൂറൻ കപ്പ്. എനിവേ, ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. CISF പ്രൊട്ടക്ടേഴ്സ് FTക്കെതിരെയാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം. രാത്രി 7 മണിക്കാണ് കളി ഇറങ്ങിയിരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ്. അതെ, വേറൊന്നുമല്ല, ഗ്രൂപ്പ് ഘട്ടത്തിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യണം. അതിനുവേണ്ടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചുണക്കുട്ടികൾ ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. യെസ് ഗൈസ്, നമുക്ക് ജസ്റ്റ് ഒരു പോയിന്റ് ടാബിൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് നിലകൊള്ളുന്നത് ഗ്രൂപ്പ് സിയിലാണല്ലോ. ഗ്രൂപ്പ് സിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ്, പഞ്ചാബ് FC, CISF പ്രൊട്ടക്ടേഴ്സ് FT, മുംബൈ സിറ്റി FC എന്നിങ്ങനെ 4 ടീമുകളാണുള്ളത്. ഇപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തുള്ളതും നമ്മുടെ മഞ്ഞപ്പട തന്നെയാണ്. 2 കളികളിൽ നിന്ന് ഒരു വിജയവും ഒരു സമനിലയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ ഡിഫറൻസിന്റെ ആനുകൂല്യത്തിലാണ് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് നിലകൊള്ളുന്നതെങ്കിൽ പഞ്ചാബ് FC കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ ഒരു കളി വിജയിക്കുകയും മറ്റൊരു കളി ബ്ലാസ്റ്റേഴ്സിനോട് തന്നെ സമനിലയിൽ കുരുങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന് തൊട്ടു പിന്നാലെ പഞ്ചാബ് FC 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും വേറൊന്നും ചെയ്യാനില്ല. ഇന്നത്തെ മത്സരത്തിൽ CSF പ്രൊട്ടക്ടേഴ്സ് FTക്കെതിരെ വിജയിക്കണം. 2 ടീമുകളുടെയും നിലവാരം കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ചുണക്കുട്ടികൾ ഇന്ന് വിജയിച്ച് കയറുന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെയായാലും നാളെ പഞ്ചാബ് FC വേഴ്സസ് മുംബൈ സിറ്റി FC തമ്മിലുള്ള മത്സരമുണ്ട്. ആ ഒരു മത്സരത്തിലും പഞ്ചാബ് FC വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയായാലും ഇങ്ങനെ 2 ടീമുകളും വിജയിച്ച് കയറുകയാണെങ്കിൽ ഗോൾ ഡിഫറൻസിന്റെ ആനുകൂല്യമുള്ള ടീമിനായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് 1-ാം സ്ഥാനത്തോടുകൂടെ ഫിനിഷ് ചെയ്യാൻ പറ്റുക. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പൊ എന്തായാലും +8 എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു ഗോൾ ഡിഫറൻസ് ഉണ്ട്. കാരണം മുംബൈ സിറ്റി FCക്കെതിരായിട്ടുള്ള ഡ്യൂറൻ കപ്പിൽ ആദ്യ മത്സരത്തിൽ 8 ഗോളുകളായിരുന്നല്ലോ ബ്ലാസ്റ്റേഴ്സിന്റെ കുട്ടികൾ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് പഞ്ചാബ് FCക്കെതിരായിട്ട് മത്സരത്തിൽ 1 ഗോളും അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 1 ഗോൾ തിരികെ വാങ്ങിയത് കൊണ്ടാണ് +8 എന്നുള്ള ഒരു ഗോൾ ഡിഫറൻസുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ എന്തായാലും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. 2-ാം സ്ഥാനത്ത് പഞ്ചാബ് FC +3 എന്നുള്ള ഒരു ഗോൾ ഡിഫറൻസുമായിട്ടാണ് നിൽക്കുന്നത്. സോ ഇന്നത്തെ മത്സരം വിജയിക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സിയിൽ നിന്ന് 1-ാം സ്ഥാനത്തോടുകൂടെ തന്നെ ഫിനിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ മഞ്ഞപ്പട അടുത്ത ഘട്ടത്തിലേക്ക് പോകുമെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, എന്താണ് ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് അറിയിക്കുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയോട് കൂടെ ചെറിയൊരു ഗുഡ് ബൈ.